നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. തൃക്കേട്ട നാളുകാർക്ക് ഈ മാസം പൊതുവെ ദോഷപരിഹാരങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറൽ, ഇതുപോലെയുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന മാസമാണ്. തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്ക് അനുകൂലമായ തൊഴിൽ ലഭിക്കുക, വിവാഹം ആലോചിച്ചുകൊണ്ടിരുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ലഭിക്കുക, വാക്കുതർക്കങ്ങൾ പെട്ടുകിടന്ന ഭൂമിയിൽ നിന്നുള്ള വ്യവഹാരങ്ങളിൽ തീരുമാനമുണ്ടാവുക, അപ്രകാരമുള്ള ഗുണാനുഭവങ്ങൾ ഈ മാസം ഉണ്ടാകുന്ന കാലമാണ്. നല്ല കാര്യങ്ങൾക്കായി പണം മുടക്കുക, സൽക്കർമ്മങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കുക മുതലായ ഫലങ്ങളും ഈ മാസം ഉണ്ടാകാം. വിവാഹം വാക്കുറപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അല്പം ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാലം ഇവർക്ക് ഇപ്പോൾ കഴിയുന്ന ഒരു സമയമാണ്. പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു മാസമാണ്. സ്വത്ത് സംബന്ധമായി നിലനിന്നിരുന്ന തർക്കങ്ങളിൽ ആശ്വാസമുണ്ടാകും. വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നതിന് സാധിക്കും. സാമ്പത്തികപരമായ വിഷമതകൾ ഇവരെ തൽക്കാലത്തേക്ക് വിട്ടൊഴിയുന്ന ഒരു രീതി കൂടി കാണുന്നുണ്ട്. വാഹനത്തിന് അഡ്വാൻസൊക്കെ നൽകി കാത്തിരുന്നവർക്ക് പുതിയ വാഹനം ലഭിക്കും. പുതിയ ഗൃഹനിർമ്മാണത്തിന് ശേഷം ഭവനത്തിൽ കയറി താമസിക്കുന്നതിന് സാധ്യതയുണ്ടാകും. സുഹൃത്ത് സഹായം വർദ്ധിക്കും മുതലായ ഫലങ്ങളാണ് ഇവർക്ക് കൂടുതലായി ഉണ്ടാകുന്നത്. തൃക്കേട്ട നാളുകാർ ഈ മാസം ദോഷ ശമനത്തിനായിട്ട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമാണ്. വീട്ടിൽ തന്നെ നിത്യേന രാമായണത്തിലെ സുന്ദരകാന്ഡം ഓരോ പേജെങ്കിലും വായിക്കുക, ഹനുമാൻ സ്വാമിയെ മനസ്സാ നമസ്കരിക്കുക, ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്കായി ശ്രീരാമനാമജപം നടത്തുക മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് വളരെയധികം ഗുണകരമായിട്ടാണ് കാണുന്നത്.